ഫാഇൽ എന്താണെന്ന് പഠിക്കാം ചില ഉദാഹരണങ്ങളിൽ കൂടെ. ത്വാറൽ ഉസ്ഫൂറു, കുരുവി പറന്നു. യൽ അബുൽ വലതു, ആൺകുട്ടി കളിക്കുന്നു. ഫാലൻ നെഹ്റു, പുഴ ഒഴുകി. അകലത്തിൽ ബിന്ദു, പെൺകുട്ടി തിന്നു. തക്തുബു മറിയം, മറിയം എഴുതുന്നു. ഈ ഉദാഹരണങ്ങളിൽ നീല നിറത്തിൽ കാണുന്ന വാക്കുകളെല്ലാം ഫേലുകളാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതേപോലെ ചുവന്ന നിറത്തിൽ കാണുന്നവയൊക്കെ ഇസ്മുകളുമാണ്. ഈ ഫേലും ഇസ്മും കൂടി ചേർന്നപ്പോൾ ഇതൊരു ജുംലയായി മാറി, ഒരു സെൻറ്റൻസായി. ഇനി ഈ സെൻറ്റൻസിലെ അർത്ഥങ്ങളൊന്നുകൂടെ വിശദീകരിച്ച് നോക്കാം. ത്വാറ എന്നാൽ പറന്നു എന്നാണ് അർത്ഥം. ഒരു മാലിയായ ഫീലാണിത്. ത്വാറ പറന്നു. എന്ത് പറന്നു? അൽ ഉസ്ഫൂറു, കുരുവി പറന്നു. പറന്നത് എന്താണ്? കുരുവിയാണ്. അപ്പോൾ ത്വാറ പറന്നു എന്ന ഫിഅല് ചെയ്തിരിക്കുന്നത് അൽ ഉസ്ഫൂറു എന്ന ഇസ്മാണ്. അതുകൊണ്ട് ഈ ഫിഅല് ചെയ്ത ഇസ്മായതുകൊണ്ട് ഈ ഇസ്മിന് ഫാഇൽ, കർത്താവ് എന്ന് പേര് പറയും. അപ്പോൾ അതാണ് ഫാഇൽ. ഒരു ഫിഅല് ചെയ്യുന്ന ആളോ വസ്തുവോ ജീവിയോ അതിനൊക്കെയാണ് ഫാഇൽ എന്ന് പറയുന്നത്. ഇനി യൽ അബു, കളിക്കുന്നു. ഇതൊരു മുലാരിയായ ഫിഅലാണ്. ആരാണ് കളിക്കുന്നത്? അൽ വലതു, കുട്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ യൽ അബു, കളിക്കുന്നു എന്ന ഫിഅൽ ഇവിടെ ചെയ്തിരിക്കുന്നത് അൽ വലതു, കുട്ടി എന്ന ഇസ്മാണ്. അതുകൊണ്ട് ഈ ഫിഅലിൻ്റെ ഫാഇല് അൽ വലതു എന്ന ഇസ്മാണ്. ഓക്കെ. ഇനി ഫാല, ഒഴുകി. എന്താണ് ഒഴുകിയത്? അന്നഹ്റു, പുഴയാണ് ഒഴുകിയത്. ഫാല എന്ന ഫിഅല് ചെയ്തിരിക്കുന്നത് അന്നഹ്റു എന്ന വാക്കാണ്, എന്ന ഇസ്മാണ്. അതുകൊണ്ട് ഈ ഫിഅലിൻ്റെ, ഫാല എന്ന ഫിഅലിൻ്റെ കർത്താവ് ഫാഇല് അന്നഹർ ആണ്. അതേപോലെ അക്കലത്തിൽ ബിന്ദു എന്നതിൽ അക്കലത്ത് എന്ന ഫിഅല് ചെയ്തിരിക്കുന്നത് അൽ ബിന്ദു എന്ന ഇസ്മാണ്. അതുകൊണ്ട് അൽ ബിന്ദ് ഇവിടെ ഫായിലാണ്. ഇവിടെ തക്തുബു, എഴുതുന്നു എന്ന ഫിഅല് ചെയ്തിരിക്കുന്നത് മറിയം എന്ന ഇസ്മാണ്. അതുകൊണ്ട് മറിയം ഫായിലാണ്. അപ്പോൾ ഫായിൽ മനസ്സിലായല്ലോ. ഫിഅല് ചെയ്തയാൾക്കാണ് ഫായിൽ എന്ന് പറയുന്നത്. ചെയ്തത് മനുഷ്യനോ മറ്റ് വസ്തുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളോ എന്തായാലും അതിന് ഫായിൽ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫായില് മുദക്കറായ ഇസ്മാണെങ്കിൽ ഫിഅലിനെയും മുദക്കറാക്കണം. അൽ ഉസ്ഫൂറു എന്നത് മുദക്കറാണ്. അതുകൊണ്ട് ത്വാറ എന്ന് പറഞ്ഞു, ഇത് മുദക്കറാണ്. അതേപോലെ അൽ വലതു എന്നത് മുദക്കറാണ്. അതുകൊണ്ടാണ് യൽ അബു എന്ന് പറഞ്ഞത്. ഫിഅലും മുദക്കറാണ്. അൻ നെഹ്റു എന്നത് മുദക്കറാണ്. ഫാല എന്നതും മുദക്കറാണ്. അൽ ബിന്ദു എന്നത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ഫിഅലിനെയും മുഅന്നസാക്കി. അക്കലത്ത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ മുദക്കർ അക്കല എന്നാണ്. മുഅന്നസാകുമ്പോൾ ത് എന്ന് ചേർത്ത് കൊടുത്തു, ഒരു താ ചേരും. അതേപോലെ മറിയം എന്നതും പെണ്ണാണ്, മുഅന്നസാണ്. അതുകൊണ്ട് തന്നെ ഫിഅലിനെയും മുഅന്നസാക്കി. എങ്ങനെയാണ് മുഅന്നസാക്കിയത്? തക്തുബു എന്നെഴുതി. മുദക്കറാണെങ്കിൽ യക്തുബു എന്നാണ് ഉണ്ടാവുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഫായിലുകളുടെ അവസാനത്തെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഫായിലുകളുടെയും അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുത്തിരിക്കുന്നത് കാണാം. എപ്പോഴാണ് ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഒരു വാക്കിൻ്റെ ഇറാബ് റഫ് ആണെങ്കിൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ലമ്മ് കൊടുത്തതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഫായിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫായിലുകൾ എപ്പോഴും ഫിഅലിൻ്റെ ശേഷമാണ് വരിക എന്നുള്ളതാണ്. ആദ്യം ഫിഅല്, പിന്നീട് ഫായില്, അതാണ് ക്രമം. ഈ ഫിഅലിൻ്റെ മുമ്പിൽ ഫായില് വരികയില്ല. ഇപ്പോൾ അൽ വലതു യൽ അബു എന്ന് പറഞ്ഞാലും കുട്ടി കളിക്കുന്നു എന്ന അർത്ഥം കിട്ടും. പക്ഷേ
യലബു എന്ന ഫേലിൻ്റെ മുമ്പിലാണ് വലത് വന്നത് എങ്കിൽ ആ വലത് ഫായിലാവുകയില്ല. ഫേലിൻ്റെ ശേഷം വരുന്ന ആ ഫേല് ചെയ്ത വാക്കിനാണ് ഫായില് എന്ന് പറയുന്നത്. അപ്പോൾ ഫേലും ഫായിലുമുള്ള ജുംലകളെല്ലാം തുടങ്ങുന്നത് ഫേല് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഫേല് കൊണ്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ഫേലും ഫായിലും ഉള്ള ജുംലയ്ക്ക് പറയുന്ന പേരാണ് അൽ ജുംലത്തുൽ ഫിഅലിയ. അൽ ജുംലത്തുൽ ഇസ്മിയ എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മുബ്തദയും ഖബറും ഉള്ള അല്ലെങ്കിൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയ്ക്ക് അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. അതേപോലെ ഫിഅലിനാലും ഫായിലിനാലും കൂട്ടിച്ചേർക്കപ്പെട്ട ജുംലയ്ക്ക് അൽ ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയും. കാരണം ഫിഅൽ കൊണ്ടാണ് ആ ജുംല തുടങ്ങുന്നത്. ഇനി നഹുൽ വാളി പഠിക്കുന്നവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി നഹുൽ വാളിയിൽ ഫായിലിന് കൊടുത്ത ഖായിദ എന്താണെന്ന് നോക്കാം. അൽ ഫായിലു, ഫായിൽ എന്നാൽ ഇസ്മുൻ മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ടൊരു ഇസ്മാണ്. തഖദ്ദമഹു ഫിഅലുൻ, ഒരു ഫിഅല് അതിനെ മുൻകടന്നിരിക്കുന്നു. അതായത് ആ ഇസ്മിൻ്റെ മുമ്പിൽ ഒരു ഫിഅല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിഅലിൻ്റെ ശേഷം വരുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുന്നത്. വദല്ല, ആ ഇസ്മ അറിയിക്കുന്നു. എന്തിൻ്റെ മേലെ അറിയിക്കുന്നു? അലല്ലദീ ഫഅലൽ ഫിഅല, ആ ഫിഅല് മുമ്പിൽ വന്നിരിക്കുന്ന ഫിഅല് ചെയ്തതിനെ അറിയിക്കുന്നു. മുമ്പിൽ വന്നിരിക്കുന്ന ഫിഅല് ചെയ്ത ആളെയോ വസ്തുവിനെയോ ജീവിയെയോ അറിയിക്കുന്നു. ഏത്? ഈ ഇസ്മ. ആ ഇസ്മിനാണ് എന്ത് പറയുക? ഫായിൽ എന്ന് പറയുക. ഇനി അൽ ജുംലത്തുൽ ഫിഅലിയയ്ക്ക് നഹുൽ വാളിയിൽ വന്ന ഖായിദ കൂടെ നോക്കാം. കുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലയും, തതറക്കബു മിൻ ഫിഅലിൻ വ ഫായിലിൻ, ഒരു ഫിഅലിനാലും ഫായിലിനാലും നിർമ്മിക്കപ്പെട്ട എല്ലാ ജുംലയും തുസമ്മ, പേര് പറയപ്പെടുന്നു, ജുംലത്തൻ ഫിഅലിയ, ജുംല ഫിഅലിയ എന്ന് പറയപ്പെടുന്നു. ഫിഅലും ഫായിലുമുള്ള എല്ലാ ജുംലയ്ക്കും.